على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹം നിറഞ്ഞ EP ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട ജാവേദ് മൗലവി താനൂർ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം. രണ്ടാമത്തെ ഒരു പരിപാടിയാണ് ഈ നടക്കുന്നത്. ഒറ്റ ലക്ഷ്യമുള്ളൂ: ഖുർആൻ പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. ജീവിതത്തിൽ പകർത്താൻ ഓരോ വാക്ക് നമ്മളിത്രയും കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചിത്രയും ഒരു സദസ്സ് ഒരുക്കി തന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഇൽമ്, അത് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നൊരു ആയുസ്സെല്ലാം ഉണ്ടാവുന്നുണ്ട്. അതിൽ ഒരു അമലെങ്കിലും പകർത്താൻ നോക്കുക. അപ്പോഴാണ് നമ്മൾ ഈ കഷ്ടപ്പാടിൻ്റെ ഈ പരിപാടിയുടെ ത്യാഗം. നിങ്ങൾക്കറിയല്ലോ, ഇത്രയും ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരുപാട് ത്യാഗമുണ്ട്. നമ്മളിതൊരു സാമ്പത്തിക ലക്ഷ്യമല്ല, ഇതൊരു ബിൽഡിംഗ് ഉണ്ടാക്കാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. വിശുദ്ധ ഖുർആൻ പഠിക്കുക, നമ്മളതനുസരിച്ച് അമല് ചെയ്യുക, അത് മാത്രമാണ്. നിങ്ങളെല്ലാവരുടെ സഹകരണ സഹായത്തിലുണ്ടാവണം. വീണ്ടും തുടർന്ന് പോകണം. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീഉൽ അവ്വൽ മാസമൊക്കെയാണ് അടുത്ത വർഷം വരുന്നത്. നമുക്ക് മദ്ഹു റസൂൽ വിപുലമായൊരു പരിപാടി നടത്തണം ഇൻഷാ അല്ലാഹ്. അടുത്ത മാസം അതിവിപുലമായ പരിപാടി തന്നെ നമ്മളെ ഓഡിറ്റോറിയോ കൂറ്റമ്പാറൊക്കെ വെച്ചിട്ട് നമുക്ക് നടത്താം. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെക്കുറിച്ച് പറയാൻ മുസ്ലിമും നിരീശ്വരവാദികളും ലിബറൽ ചിന്താഗതികളും പുണ്യ റസൂലിനെ താറടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ ഒക്ടോബർ 18 ഇൻഷാ അല്ലാഹ് DGP അലക്സാണ്ടറെ പോലുള്ള പ്രഗത്ഭരായ കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെ വരുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങളുടെ ദുആകളുണ്ടാവണം. ഒറ്റ ലക്ഷ്യം അതുമാത്രമേ ഉള്ളൂ: പുണ്യ നബിയെ കാരുണ്യത്തെക്കുറിച്ച്, ലോകവിശ്വ കാരുണ്യമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വിശ്വകാരുണ്യമാണ് നബി. ആ കാരുണ്യം നമ്മൾ കേവലം സദസ്സ് വെച്ചിട്ടൊരു സാമ്പത്തിക ലാഭത്തിന് മാത്രമല്ല നബിയെ ഉപയോഗിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ മക്കളേക്കാൾ, നിങ്ങളെ സ്വന്തത്തേക്കാൾ നിങ്ങൾ നബിയെ സ്നേഹിക്കുന്നവർ ആണ് ഉത്തമൻ. അതുകൊണ്ട് നബിയെ സ്നേഹിക്കാനുള്ള സദസ്സ് നമ്മൾ സംഘടിപ്പിക്കും. അതിലൊക്കെ ഇതുപോലെ തന്നെ വരിക, സഹകരിക്കുക. ഇതിനെ ദുആ കൊണ്ട് ഓർക്കുക. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിൻ്റെ EP അബൂബക്കർ ഖാസിമിയെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله وعلى آله وصحبه أجمعين. أما بعد، خذ بأيدينا وقلت هيلتنا، أدركنا يا رسول الله. خذ بأيدينا وقلت هيلتنا، أدركنا يا حبيب الله. خذ بأيدينا وقلت هيلتنا، أدركنا يا شفيع الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
كل نفس ذائقة الموت صدق الله العلي العظيم. وقال سيدنا وحبيبنا وشفيعنا ومرسلنا ومنجينا نبي محمد مصطفى صلى الله عليه وسلم: كن في الدنيا كأنك غريب أو عابر السبيل وعد نفسك في من أصحاب القبور. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ നീ വാവിട്ട് കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃദം യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പവിത്രവും പരിഭാവനവുമായ ഈ ഇൽമിൻ്റെ മജ്ലിസിൽ ഈ വിനീതൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ, അല്ലാഹു തആല ഈ പവിത്രവും പരിഭാവനവുമായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയതിനെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതേപോലെ നാളെ അവൻ്റെ അനുഗ്രഹങ്ങളാൽ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗീയ ലോകത്ത് ഒത്തൊരുമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട EP അബൂബക്കർ ഖാസിമി ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരുന്നതുവരെ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമുക്ക് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപങ്ങളിലുള്ള, നമ്മൾ പ്രതീക്ഷിക്കാത്ത കോലങ്ങളിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തിത്വങ്ങള് മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ കണ്ണുകൾ അഞ്ചി പോകുന്ന തരത്തിലുള്ള രംഗങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടം വരികയാണെങ്കിൽ നിങ്ങൾ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചു കൊള്ളണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നുള്ള മരണങ്ങളാണ്. ഇന്ന് പത്രം എടുത്ത് നോക്കിയപ്പോ ഇന്നലെ അരീക്കോട് ഭാഗത്തൊരു സഹോദരൻ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ ഒരു ടിപ്പർ ലോറി വന്നിട്ട് അദ്ദേഹത്തെ ഇടിക്കുകയാണ്. ഉടനെ മരണത്തിന് കീഴടങ്ങുകയാണ്. കൊല്ലം ജില്ലയില് ഒരു സഹോദരി KSRTC ബസ് ഓടിക്കൊണ്ടിരിക്കെ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോ ആ ബസ്സിൽ നിന്നങ്ങ് തെറിച്ച് മരണത്തിന് കീഴടങ്ങിപ്പോയിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരോ മരണങ്ങളും നമ്മൾ നിരന്തരമായി കേൾക്കുമ്പോ അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എപ്പ എവിടെ വെച്ച് എങ്ങനെയാണ് ഏത് കോലത്തിലാണ് ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യന്റെ മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും തന്നെ പറയാൻ പറ്റുകയില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വാഴ്ന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാഷണം ഞാനിവിടെ പൂർത്തീകരിക്കുമോ, നിങ്ങളൊക്കെ വാഴ്ന്ന് കഴിഞ്ഞ് വീട്ടിൽ എത്തുമോ എന്നാർക്കും തന്നെ പറയാൻ പറ്റുകയില്ലല്ലോ. അതാ
അതാ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആദരവാകുന്ന ഹബീബാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മദീനയുടെ പ്രാന്ത പ്രദേശത്തു കൂടി ഇങ്ങനെ നടന്നു നീങ്ങുന്നു. ആ നടത്തത്തിന്റെ ഇടയിൽ കുറച്ചു സ്വഹാബത്തിനെ കാണുന്നു. നോക്കുമ്പോ അവർ എല്ലാവരും കൂടി നിന്നുകൊണ്ടൊരു കുയ്മാടം കുയ്ക്കുന്ന രംഗമാണ് റസൂലുള്ള കാണുന്നത്. മദീനയിലാണെങ്കിലോ മുമ്പ് ആരും തന്നെ മരണപ്പെട്ട വിവരം അല്ലാഹുവിന്റെ റസൂല് അറിഞ്ഞിട്ടില്ല. മദീനയിലാണെങ്കിലോ ആരും തന്നെ മരണപ്പെട്ട വിവരം അല്ലാഹുവിന്റെ റസൂല് അറിഞ്ഞിട്ടില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ ഖബർ കുഴിക്കുന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടുകൂടെ അല്ലാഹുവിന്റെ മുത്തുനബി ആ സ്വഹാബത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഖബർ കുഴിക്കുന്നത്? ഈ മദീനയിൽ മുമ്പ് ആരും തന്നെ മരണപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മണ്ണറ നിർമ്മിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, റജുലുൻ മിനൽ ഹബ്ശ, ഇത് അബ്സീനിയക്കാരനായ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഖബറാണ് നബിയേ. എത്യോപ്യക്കാരനായ ആൾക്ക് വേണ്ടി കുഴിക്കുന്ന ഖബറാണ് നബിയേ. അയാൾ എന്തിന് വേണ്ടിയിട്ടാണ് അബ്സീനിയയിൽ നിന്ന് ഇവിടം വരെ വന്നത്? അവിടുന്ന് പറയുന്നു, നബിയേ, ഇയാളുടെ ഭാര്യയുള്ളത് അബ്സീനിയയിലാണ്, ഇയാളുടെ മക്കളുള്ളത് അബ്സീനിയയിലാണ്, ഇയാളുടെ മാതാപിതാക്കളുള്ളത് അബ്സീനിയയിലാണ്, ഇയാളുടെ കൂടപ്പിറപ്പുകളുള്ളത് അബ്സീനിയയിലാണ്, ഇയാളുടെ ജീവിതത്തിന്റെ നിഖില മേഖലയും കിടക്കുന്നത് അബ്സീനിയയിലാണ്. പിന്നെ എന്തിന് വേണ്ടിയാണ് അബ്സീനിയയിൽ നിന്ന് ഇയാൾ ഇങ്ങോട്ട് കടന്നു വന്നത്? എന്തോ ഒരു വ്യക്തിപരമായ ആവശ്യം തീർക്കാൻ വേണ്ടി വിദേശിയായി പരദേശിയായി ഈ മദീനയെ ലക്ഷ്യമാക്കി കടന്നു വരുന്നു. ആ ആവശ്യം തീർക്കാൻ കഴിയാതെ ഈ മദീനയുടെ മണ്ണിൽ വെച്ച് മരണപ്പെട്ടു പോകുന്നു. ഇതങ്ങ് സ്വഹാബത്ത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മുത്തുനബി ഉടനെ റബ്ബിലേക്ക് മടങ്ങുന്നു. മടങ്ങാൻ നമ്മളോട് പ്രേരണ നൽകുന്നു. എന്നിട്ട് തന്റെ മനസ്സും വജസ്സും തപസ്സുമെല്ലാം ഖാലിഖായ റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞ ഒരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളി ഹത്താ ദുഫിനത്തല്ലതീ ഖുലിക മിൻഹാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയനാ വാഴ്ത്തുന്നേ അല്ലാഹ്. ഈ മനുഷ്യൻ ജനിച്ചത് അബിസീനയിലാണ്, ഇയാൾ ജനിച്ചു വളർന്നത് അബിസീനയിലാണ്, ഇയാളുടെ മാതാപിതാക്കളുള്ളത് അബിസീനയിലാണ്, ഇയാളുടെ കൂടപ്പിറപ്പുകളുള്ളത് അബിസീനയിലാണ്. ആ അബിസീനയുടെ മണ്ണിൽ നിന്ന് എന്തോ ഒരു വ്യക്തിപരമായ ആവശ്യം തീർക്കാൻ വേണ്ടി ഈ മദീനയുടെ മണ്ണിലേക്ക് കടന്നു വരുന്നു. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ഇവിടം വെച്ച് മരണത്തിന് കീഴടങ്ങി പോകുന്നു. അതിന് നീ ഒരു കാരണമുണ്ടാക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളി ഹത്താ ദുഫിനത്തല്ലതീ ഖുലിക മിൻഹാ. നിന്റെ പരിശുദ്ധിയനാ വാഴ്ത്തുന്നേ അല്ലാഹ്. ഇങ്ങനെ എത്ര മനുഷ്യന്മാരാണ് നാട്ടിന്ന് ഭാര്യയോടും മക്കളോടും കൂടപ്പിറപ്പിങ്ങളോടൊക്കെ
സലാം പറഞ്ഞു പോകാണ് വിദേശത്തേക്ക്, ജീവിതത്തിന്റെ ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി. വിദേശത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ നിന്ന് വിമാനത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ അവിടെ എത്തി ഒരു ദിവസം പോലും കഴിയാതെ മരണത്തിന് കീഴടങ്ങിപ്പോയവര്, നമ്മൾ പറയും മരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതുപോലെ. 30, 40, 50 വർഷമൊക്കെ പ്രവാസ ജീവിതം നയിച്ചതാണ്. ഇനിയുള്ള കാലെങ്കിലും നാട്ടില് ഭാര്യയോടൊത്ത്, മക്കളോടൊത്ത്, കൂട്ടുകാരോടൊത്ത് സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് വിചാരിച്ച് ഗൾഫൊക്കെ ഒഴിവാക്കിയിട്ട് വരുന്നതിന്റെ ഇടയില് വിമാനത്തുനിന്നും എയർപോർട്ടിൽ നിന്ന് മരണപ്പെട്ട എത്ര മനുഷ്യന്മാരാ. നാട്ടിൽ നിന്ന് ഒരു ദിവസം പോലും ഭാര്യയോടും മക്കളോടുമൊത്ത് ഒന്ന് അന്തി ഉറങ്ങാൻ പോലും കഴിയാതെ മരണത്തിന് കീഴടങ്ങിപ്പോയവര്, നമ്മൾ പറയും മരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതുപോലെ. ഇങ്ങനെ ഓരോരോ മരണങ്ങളും നമ്മൾ കേൾക്കുമ്പോ ഈ മരണങ്ങളുടെ സങ്കടങ്ങളുടെ ആധിക്യത്തിൽ വിങ്ങിപ്പൊട്ടുക എന്നതിലപ്പുറം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്തയുണ്ട്. റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇതുപോലെ മൃതിയടയുമല്ലോ, എന്നാണ് നീ ആ ദിവസം കണക്കാക്കിയത് എന്ന ഒരു ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നത്തെ പുതിയ തലമുറക്ക് ഇല്ലാതെ പോയതും അതാണ് ആദരവാകുന്ന ഹബീബാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, ജീവിതത്തിന്റെ എല്ലാ രസങ്ങളെയും മായ്ച്ചു കളയുന്ന, എല്ലാ സുഖങ്ങളെയും മായ്ച്ചു കളയുന്ന, എല്ലാ ആനന്ദങ്ങളെയും നിഷ്കാസനം ചെയ്ത് കളയുന്ന മരണമുണ്ടല്ലോ, ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ സുഹാബാ. മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിക്കേ, ഒരു മനുഷ്യന് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 20 തവണയെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കണമെന്നാണ്. ഓരോരുത്തരും ഒന്ന് മനസാക്ഷിയോട് ചോദിച്ചു നോക്കേ, 20 തവണ പോയിട്ട് ഒരു തവണയെങ്കിലോ ഞാൻ മരിക്കുമല്ല അല്ലാ എന്ന ചിന്ത നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഇവിടെയാണ് മുൻഗാമികളെ നമ്മൾ പഠിക്കേണ്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകളെ നോക്കിയിട്ട് പറയുമായിരുന്നു, അല്ലാ, ഈ പാവപ്പെട്ട അബൂബക്കർ ഉണ്ടല്ലോ, ഈ കാണുന്ന പക്ഷിലതാദികളായിരുന്നെങ്കിൽ ഈ മരണത്തെ ഓർക്കേണ്ട ഒരു അവസ്ഥ ഈ പാപിക്ക് ഉണ്ടാകില്ലേനെ അല്ലാ. ഏത് അബൂബക്കറാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ? നിയലില്ലാത്ത റസൂലുള്ളാഹിക്ക് നിയലായി കൊണ്ട് കൂടെ നടന്ന അല്ലാഹുവിന്റെ മുത്തുനബിയുടെ ശരീഅത്തിന്റെ ഖലീഫ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ ഈമാന ഒരു തുലാസിലോ, എന്റെ അബൂബക്കറിന്റെ ഈമാന വേറെ ഒരു തുലാസിലും കൂടി നിങ്ങൾ അളന്നു നോക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിന്റെ ഈമാനാണ് മുൻതൂക്കമെന്ന് അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിൽ നിന്ന് മൊയ്യെടുത്ത ആ വലിയ മഹാന് വിളിച്ചു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂറ്റമ്പാറയിലെ ഉമ്മ, ഈ മരണം നിസാരമല്ലേ ഉമ്മ? ഈ മരണത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ ഒരു ജോലിക്കാരനെ ഏൽപ്പിച്ചിരുന്നത്. എല്ലാ ദിവസവും ഉമറേ നിനക്ക് മരണമുണ്ട്, ഉമറേ നിനക്ക് മരണമുണ്ട് എന്നിങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ രീതിയിൽ നമ്മുടെ മുൻഗാമികളും മരണത്തെ
മരണത്തെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു മരണം നമുക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ളതാണ്. എപ്പം മരിക്കാണെങ്കിലും എവിടെ വെച്ച് മരിക്കാണെങ്കിലോ ഈമാൻ കൈവരിച്ചവരായി മരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആർക്കാണ് അല്ലാഹു ഈമാനുള്ള മരണം നൽകുക? വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ആളുകൾക്കാണ് ഈമാനുള്ള മരണം. എന്താണ് തഖ്വ? മഹാന്മാര് പറഞ്ഞതുപോലെ ലൈസത്തി തഖ്വ ഖിയാമുൽ ലൈൽ വസിയാമുൻ നഹാർ. പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതല്ല തഖ്വ എന്നുള്ളത്. രാത്രി മുഴുവനും ഉറക്കഴിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളതല്ല തഖ്വ എന്നുള്ളത്. പിന്നെ എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ പേടിക്കലാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, സ്വതക്ക കൊടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഉള്ളിൽ തഖ്വയില്ല. എന്താണ് തഖ്വ? തെറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്ത് തഖ്വ എന്ന് പറയുന്നത്. ലോകാവസാനത്തിന്റെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഏകദേശം അടയാളങ്ങളൊക്കെ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൻ തമസ്സക ബിസുന്നതി ഇംദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എൻ്റെ സമുദായം ഫസാദായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ആരെങ്കിലും എൻ്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അവർക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്ത് ഒരുപാട് അമൽ ചെയ്യലല്ല തഖ്വ, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. അതാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി ഖൽബിലൊരാശ, ഉണ്ടോ പ്രിയേ നാലണ കയ്യിൽ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണ ഇല്ല യാചകനാണെന്നോ. അഞ്ചാം ഖലീഫ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രണ്ടാം ഉമർ എന്ന് ലോകം വിളിച്ചു പറഞ്ഞ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാന് ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ വല്ലാണ്ട് ചിരിക്കുകയാണ്. ചിരിച്ച് ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. അതാ മരണപ്പെട്ടപ്പം മയ്യത്ത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കടന്നു വരികയാ. ആ മയ്യത്ത് കണ്ടിട്ട് കൊതി തീരുന്നില്ല. പുഞ്ചിരിക്കുന്ന പ്രകാശപൂരിതമായ മുഖത്തോട് കൂടി ഇങ്ങനെ കിടക്കുന്നു. അല്ലാ അല്ലാ. അവസാനം പള്ളിപ്പറമ്പാകുന്ന 6 അടി മണ്ണിലേക്ക് ആ മയ്യത്തെടുത്ത് വെക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുന്ന മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാ. ഇതെന്തൊരു സുഗന്ധമാ അല്ലാ! ഇത്രത്തോളം ഈ മനുഷ്യനിക്ക് അല്ലാഹു തആല രാജകീയമായ മരണം കൊടുക്കാ. കാരണം എന്താണ്? അല്ലാ, എല്ലാവർക്കും ഇത് അറിയാനുള്ള വല്ലാത്ത നിഗ്നാസ കടന്നു വരികയാണ്. അവരെ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ ഭാര്യയായ ഫാത്തിമയോടൊന്ന് ചോദിച്ചു നോക്കാം, എന്തൊരു മരണമാ! ഇതുപോലെ ഒരു മരണം കിട്ടാനുള്ള കാരണം അറിയാൻ വേണ്ടി അവരെല്ലാവരും മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയുടെ അരികിലേക്ക് കടന്നു പോകുന്നു. അല്ലാ അല്ലാ.
അവര് വിളിച്ചു പറയുന്നു, ഫാത്തിമ, ഫാത്തിമ, നീ ഇദ്ദയിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാ ഫാത്തിമ, നീ ഇദ്ദയിലാണെന്ന് ഞങ്ങൾക്ക് അറിയാ ഫാത്തിമ. എന്നാലും ഞങ്ങളൊന്ന് ചോദിക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിക്കുന്ന സമയത്ത് വല്ലാത്ത ചിരിയാണല്ലോ, പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാണല്ലോ. മരിച്ചു കിടക്കുന്ന മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാണല്ലോ. എന്തേ കാരണം ഫാത്തിമ? എന്തേ കാരണം ഫാത്തിമ? മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പറഞ്ഞ മറുപടി അറിയുമോ? മാ കാന ഉമറു ബി അക്തരിൻ നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരുപാട് നമസ്കാരമുണ്ടായിരുന്നയാളായിരുന്നെന്ന് ഞാൻ പറയുകയില്ല. ഒരുപാട് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്നയാളായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെയാണ് എൻ്റെ ഭർത്താവ് നമസ്കരിക്കുക. അതിലപ്പുറമുള്ള ഒരു നമസ്കാരമൊന്നും എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ നോമ്പ് പിടിക്കുന്ന പോലെ തന്നെ എൻ്റെ ഭർത്താവ് നോമ്പ് അനുഷ്ഠിക്കുകയുള്ളൂ. അതിലപ്പുറമുള്ള ഒരു സുന്നത്ത് നോമ്പൊന്നും എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ലാക്കിൻ വല്ലാഹ് മാ റഅയ്തു അഹദൻ അഖ്വഫു ലില്ലാഹി മിൻ ഉമറ. എൻ്റെ ഭർത്താവ് ഇതുപോലെ മരിക്കാനുള്ള കാരണം അറിയുമോ? ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് മയ്യത്ത് കണ്ടവരെ പോലും കൊതിപ്പിക്കുന്ന രീതിയിൽ മരിക്കാനുള്ള കാരണം അറിയുമോ? എൻ്റെ ഭർത്താവിനെ പോലെ അള്ളാനെ പേടിക്കുന്ന വേറെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു ഭാര്യ തന്റെ ഭർത്താവിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്, എന്റെ ഭർത്താവിനെ പോലെ അള്ളാനെ പേടിക്കുന്ന വേറെ ഒരാളെയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എത്ര പേർക്ക് ഈ സർട്ടിഫിക്കറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുമോ? അതാണ് പ്രിയപ്പെട്ടവരെ, ഒരുപാട് നമസ്കാരമുള്ള ആളല്ല, ഒരുപാട് നോമ്പുള്ളയാളല്ല, ഒരുപാട് അമലുകളൊന്നും ചെയ്തിരുന്നയാളല്ല. പിന്നെ എന്തേ അള്ളാന്ന് പറയുന്നത് കേട്ടാ ഹൃദയം പൊട്ടിക്കരയാൻ തുടങ്ങൂന്ന്. അല്ലാന്ന് പറയുന്നത് കേട്ടാല് പിന്നെ വല്ലാത്ത കരച്ചിലാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായിരിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ഈ രീതിയിലുള്ള മരണം അല്ലാഹു കൊടുക്കാനുള്ള കാരണമെന്ന് ഭാര്യയായ ഫാത്തിമ ബീവി അവിടുന്ന് പറഞ്ഞു കൊടുക്കാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, തഖ്വ കൈവരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണോ? എന്നാലേ ഒരു നല്ല മരണം അല്ലാഹു തആല നൽകുകയുള്ളൂ. ഏത് സമയത്തും ഈമാനു വേണ്ടി ഈമാൻ നിലനിൽക്കുന്ന കാര്യത്തിൽ അല്ലാഹുവോട് നമ്മൾ ദുആർക്കണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ദുആ ഏതായിരുന്നു? ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் എത്തുന്നുണ്ട്. തങ്ങള് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതാണ്? മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ തൊട്ടുള്ള ഹദീസാണ്. പുന്നാര നബി തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതെന്നറിയുമോ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്കൽ ഇസ്ലാം. ഹൃദയങ്ങളെ മാറ്റി
അട്ടിമറക്കുന്നവനായ അല്ലാഹുവേ, ഈ പാവപ്പെട്ട മുഹമ്മദ് നബിയെ ഉണ്ടല്ലോ, ഈ മുഹമ്മദ് നബിയുടെ ഈമാനയുണ്ടല്ലോ, മരിക്കുന്ന കാലം വരെ നിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മേലെ അടിയുറച്ച് നിർത്തിപ്പിക്കണേ അല്ലാ. ഈ ദീനിന്റെ മേലിൽ അടിയുറപ്പിക്കണേ അല്ലാ. റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്ന പ്രാർത്ഥനയാണ്. എപ്പോഴാണ് മനുഷ്യന്മാരിൽ നിന്ന് ഈമാന് പോകാന്ന് പറയാൻ പറ്റൂല. പകലും മുഅ്മിനും രാത്രി കാഫിറുമാകുന്ന ഒരു കാലഘട്ടം, ഒരു സമ്പ്രദായം എൻ്റെ ഉമ്മത്തിൽ നിന്ന് കാണാൻ തുടങ്ങിയാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞു തന്നെങ്കിൽ ആ കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ ഒരു ബോധ്യം നമുക്ക് വേണോ. ഈമാന്റെ കാര്യം ഏത് സമയവും അള്ളാഹിനോട് നമ്മൾ പറയണോ. ഏത് അമല് കൊണ്ടാണ് ഈമാൻ തെറ്റിപ്പോകാന്ന് പറയാൻ പറ്റുകയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഇങ്ങനെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിന്റെ നേതൃത്വം കൊടുക്കുമ്പോ അവിടെ ഒരു ആയത്തങ്ങ് ഓതുകയാണ്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോട് കൂടിയിട്ടാണ് ഓതുന്നത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, അല്ലാഹുവേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നീ പ്രകാശിപ്പിച്ചിട്ടുള്ള, സന്നിവേശിപ്പിച്ചിട്ടുള്ള ഈമാനുണ്ടല്ലോ, ആ ഈമാനെ വലിച്ചൂരി മാറ്റല്ലേ അല്ലാ. ബഅദ ഹദൈതനാ, ഈ പാവപ്പെട്ട അബൂബക്കറിനെ നീ സന്മാർഗം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ, നിന്റെ മഹത്തായ കാരുണ്യം ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേന്ന്. അവരൊക്കെ ഇത്രത്തോളം ഗൗരവത്തോടുകൂടി ഈമാന് തെറ്റിപ്പോകുന്ന കാര്യത്തിൽ ഭയന്നിരുന്നു. ആ ഒരു ഭയം നമുക്കും വേണം പ്രിയപ്പെട്ടവരെ. മരിക്കുന്ന കാലം വരെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാൻ കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഏത് സമയത്തും ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കണം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്കൽ ഇസ്ലാം. ഏതൊരു തിന്മകൊണ്ടാണ് ഈമാൻ തെറ്റിപ്പോവാന്ന് പറയാൻ പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദുആഇനെ നിത്യമായി നമ്മൾ മുറുകെ പിടിക്കണം. അതാണ് ഈ സദസ്സിന് സമ്മാനിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട EP ഉസ്താദ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രഭാഷണം നടത്തി തരും. അള്ളാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ആയുസ് കൊടുക്കുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ദീനിന് ഖിദ്മത്തെടുക്കാൻ അവർക്കും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.